അമ്മയെയും മുത്തച്ഛനെയും കൊലപ്പെടുത്തിയ യുവാവ് റിമാൻഡിൽ. 4.5 മാസത്തിനു ശേഷം പിടിയിലായ ഇയാളെ കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. കുണ്ടറ പടപ്പക്കര പുഷ്പവിലാസത്തിൽ അഖിലിനെയാണ് അറസ്റ്റ് ചെയ്തത്. കൊലപാതകങ്ങൾക്ക് ശേഷം ഇയാൾ ശ്രീനഗറിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 16-നാണ് മുത്തച്ഛൻ ആന്റണിയെയും അമ്മ പുഷ്പലതയെയും പടപ്പക്കര പുഷ്പവിലാസത്തിൽ അഖിൽ കൊലപ്പെടുത്തിയത്. മുത്തച്ഛൻ ആന്റണിയെ ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം ഹോം നേഴ്സ് ഏജൻസി നടത്തുന്ന അമ്മ പുഷ്പലതയെ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു വരുത്തി ആക്രമിച്ചു. ചുറ്റിക കൊണ്ട് തലക്കടിച്ച് മുനയുളി കൊണ്ട് തലയ്ക്ക് കുത്തി മരണം ഉറപ്പാക്കാനായി തലയിണ കൊണ്ട് മുഖത്ത് അമർത്തിപ്പിടിക്കുകയും ചെയ്തു. തുടർന്ന് വൈകിട്ട് 6 വരെ TV കണ്ടിരുന്ന ശേഷം ഇയാൾ നാടുവിടുകയായിരുന്നു. അമ്മയുടെ മൊബൈൽ ഫോൺ ഇയാൾ കൊട്ടിയത്ത് മൊബൈൽ ഷോപ്പിൽ വിറ്റു. തിരുവനന്തപുരം വഴി ഡൽഹിയിലെത്തി. ഇവിടെ തന്റെ മൊബൈൽ ഫോണും വിറ്റു. അമ്മയുടെ ATM കാർഡ് ഉപയോഗിച്ച് 2000 രൂപ പിൻവലിച്ച ശേഷം ഇയാൾ ശ്രീനഗറിലേക്ക് പോയി. പിന്നീട് ഫോണോ സാമൂഹിക മാധ്യമങ്ങളോ ഉപയോഗിച്ചില്ല. ശ്രീനഗറിലെ വിവിധ വീടുകളിൽ ജോലിക്കാരനായി കഴിഞ്ഞു. 1 മാസത്തിൽ കൂടുതൽ എവിടെയും നിന്നില്ല. അടുത്ത മാസം ശ്രീനഗറിൽ നിന്ന് നേപ്പാളിലേക്ക് കടക്കുകയായിരുന്നു ലക്ഷ്യം. സംഭവം നടന്ന് 20 മണിക്കൂറുകൾക്ക് ശേഷമാണ് പോലീസ് സംഭവത്തെക്കുറിച്ച് അറിയുന്നത്. തുടർന്ന് 5 സംഘങ്ങൾ രാജ്യം മുഴുവൻ നടത്തിയ അന്വേഷണത്തിലാണ് അഖിലിനെ കണ്ടെത്തിയത്. മുമ്പും അമ്മയെ ആക്രമിച്ച ശേഷം ഇയാൾ നാട് വിട്ടുപോയിരുന്നു. അന്ന് താമസിച്ചിരുന്ന സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും ഇവിടെയെങ്ങും ഇയാൾ എത്തിയിരുന്നില്ല. വിവിധ സംസ്ഥാനങ്ങളിൽ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പോലീസ് പ്രതിയുടെ ഫോട്ടോയും വിവരങ്ങളും പ്രസിദ്ധീകരിച്ചു. കേരളത്തിലും ഗോവയിലും തുളു, മണാലി എന്നിവിടങ്ങളിലും അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു. വിമാനത്താവളങ്ങളിലും നേപ്പാൾ അതിർത്തിയിലും വിവരങ്ങൾ കൈമാറി. പാസ്പോർട്ട് തടഞ്ഞു. എന്നാൽ അന്വേഷണത്തിൽ പുരോഗതി ഉണ്ടായില്ല. ഇതിനിടെ ശ്രീനഗറിൽ ഇയാൾ ഉണ്ടെന്ന വിവരം ലഭിച്ചു. കുണ്ടറ SHO അനിൽകുമാറും 2 CPOമാരും ശ്രീനഗറിലെത്തി. 2 ദിവസത്തെ അന്വേഷണങ്ങൾക്ക് ഒടുവിലാണ് ഇയാൾ താമസിക്കുന്ന വീട് കണ്ടെത്തിയത്. ഇതിനുവേണ്ടി തന്നെ നമ്മുടെ കഴിഞ്ഞൊരു 8 മാസം മുതൽ ഈ 12 മാസമുള്ള കഴിഞ്ഞ 4 മാസക്കാലയളവിൽ 5ഓളം ടീമുകൾ നമ്മുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കേസിന് അന്വേഷണം വേണ്ടിയിട്ടുണ്ട്. ഈ കേസ് റിപ്പോർട്ട് അന്ന് തന്നെ നമ്മൾ 2, 3, 4 ടീമുകൾ രൂപീകരിച്ചിട്ട് കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ അന്വേഷണം നടത്തി. പിന്നെയാണ് ഇപ്പോൾ ലാസ്റ്റ് 5ാമത്തെ ടീമാണ് ഇപ്പോൾ നമ്മൾ കാശ്മീരിലേക്ക് നമ്മുടെ കുണ്ടറ ഇൻസ്പെക്ടർ അനിൽകുമാർ നേതൃത്വത്തിൽ അനിൽകുമാറും CPO അനീഷും അതുപോലെ തന്നെ നിഷാദ് ഹരിപ്പാട് കൗൺസിൽ നിഷാദ് പോലീസ് CPO ഉൾപ്പെടെ 3 പേരുടെ ടീമുകളൊക്കെ കാശ്മീരിലേക്ക് വിട്ടു. കാശ്മീർ പോലീസ് SSB ഇത്തിഹാസ്, കാശ്മീരിലെ മലയാളികളായ ആരിഫ്, ഉവൈസ്, ആദർശ, കാശ്മീർ സ്വദേശി നൊമാൻ മാലിക് എന്നിവരും പോലീസിനെ സഹായിച്ചു. റാം മുൻഷിബാഗ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ദാല്യക്ക് നമ്പർ 9 സമീപത്തുള്ള വീട്ടിൽ ജോലിക്കാരനായി കൂടിയിരിക്കുകയായിരുന്നു ഇയാൾ. വീടിനുള്ളിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പോലീസ് സംഘം മുറിക്കുള്ളിലെത്തി ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.